സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. യാത്രക്കാർ പാടെ വലഞ്ഞിരിക്കുന്നു. സ്വകാര്യ ബസ്സുകൾ കൂടുതലായി സർവീസ് നടത്തുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലാണ് യാത്രക്കാരെ കാര്യമായി പണിമുടക്ക് ബാധിച്ചത്. KSRTC ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ കൂടുതൽ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ യാത്രക്കാർ ദുരിതത്തിൽ തന്നെയാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് ചേർന്നത്. അനുമോദ്, നമുക്കറിയാം മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായും തന്നെ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഓഫീസ് സമയമായി, കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട ഒരു സമയം കഴിഞ്ഞ ഒരു മണിക്കൂറൊക്കെ എത്രത്തോളം ദുരിതത്തിലായിട്ടുണ്ട് ആളുകൾ? ശ്രീജ, ഞാൻ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെ തന്നെ ആളുകളെ കാണാം. ആളുകളൊക്കെ ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ മലപ്പുറത്തിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് സാധാരണയായി കോഴിക്കോട്, പാലക്കാട് ബസ്സുകൾ, അതുപോലെ തിരൂർ, മഞ്ചേരി, നിലമ്പൂർ, പൊന്നാനി തുടങ്ങിയ മേഖലയിലേക്കുള്ള ബസ്സുകളൊക്കെയാണ് ധാരാളമായിട്ട് എത്തുന്നത്. അവരൊക്കെ ഇപ്പോൾ നിലവിലുള്ള സർവീസിനേക്കാൾ കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഒരുപാട് സമയമായോ കാത്തുക്കാൻ തുടങ്ങിയിട്ട്? ഇല്ലല്ല. എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ മലപ്പുറം വന്നതാ. മലപ്പുറം വന്നാണ്. എവിടേക്കാ ഇനി പോകാനുള്ളത്? ബസ് കാത്തിക്കാണോ? അല്ലല്ല. എവിടുന്നാ വരുന്നത്? വെള്ളൂർന്ന്. ബസ് ഇടുന്ന കിട്ടിയോ? കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നോ? എവിടേക്കാ? കോഴിക്കോട്. കോഴിക്കോട്. കുറെ നേരമായില്ലേ ബസ് വന്നിട്ടില്ലേ? ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ എത്തിയിട്ടുള്ളൂ. പലരും എവിടെ പോകാൻ നിൽക്കുക സാറേ? എവിടെ പോകാൻ നിൽക്കുക? Sir, I'm not aware. Where are you going? I'm going for Thrissur. Thrissur. Yeah. So you're waiting for so many hours? For almost 1.5 hours. 1.5 Oh, yeah. 9:10 there was a bus, but it has got cancelled. Now I'm waiting from almost 1.5 hours. Authorities say He said that by 9:50 I'll get the bus. you are not aware of this bus strike right now? No, I come from Bangalore and I don't know, and I am not aware of this bus strike. Today morning only when I went to the private bus stand, I came to know that the strike was there. So you're stuck with it? Yes, almost all, from past 2 hours. I was supposed to be by 10 a.m. In Thrissur. Yeah. എവിടെ പോകാൻ പറ്റുന്നു? ഞങ്ങൾ ബത്തേരി. ബത്തേരിക്കാണ്. ഇവിടുന്ന് ബസ് ഉണ്ടോ ചോദിച്ചോ? ബസ് നേരിട്ട് ബസ് ഇല്ല. ഇല്ല. അപ്പോൾ ഇനി നിലമ്പൂർ പോയിട്ടോ അല്ലെങ്കിൽ മഞ്ചേരി പോയിട്ടോ? കോഴിക്കോട് പോയിട്ട് അങ്ങനെ കയറി പോകാനാ. രണ്ട് അല്ലേ? ഈ സമരം ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടായി. എന്താ പറയുക, പറഞ്ഞ ബസ് ഉണ്ടോ? ബസ് ഉണ്ടെന്നാ പറഞ്ഞേ. കാത്തിരിക്കുകയാണ്. ഇതാണ് ഇവിടെയുള്ള നമുക്ക് KSRTCയിലെ അധികൃതരുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. കാരണം ഒരുപാട് ബസ്സുകൾ പുതിയത് അഡീഷണൽ തിരൂർ മഞ്ചേരി ലൈനിൽ കൂടുതൽ ബസ് ഇട്ടുകളുണ്ട്. പിന്നെ നമ്മളൊരു 30 ട്രിപ്പോളം കൂടുതൽ ഓടിയിട്ടുണ്ട്. 15 മിനിറ്റ് അരമണിക്കൂറിനുള്ളിലായിട്ട് വണ്ടികളുണ്ട്. കോഴിക്കോട് പാലക്കാട് ആണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ കളക്ടർ പ്രത്യേക ഓർഡർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോടമ്പാലം വഴി പോകാൻ പറ്റും. അപ്പം മക്കരപ്പറമ്പ്, തിരൂർക്കാടൊക്കെ കവർ ചെയ്യാൻ കഴിയും. നേരെ പോകാൻ പറ്റും. തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ 10 മണിക്കുള്ള വണ്ടി അഡീഷണൽ ഇല്ല, ഷെഡ്യൂൾ തന്നെയാണ്. അതെ, അത് വരുന്നുണ്ട്. വിളിച്ചു ചോദിച്ചിരുന്നു, അതുണ്ട്. പിന്നെ എല്ലാ ഡിപ്പോന്നും അഡീഷണൽ സർവീസ് എല്ലാ ഡിപ്പോന്നും അഡീഷണൽ ഉണ്ട്. അവിടുന്നാണെങ്കിൽ മറ്റേ പെരിന്തൽമണ്ണ എന്നാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ റൂട്ടിലുണ്ട്, വഴിക്കടവ് റൂട്ടിലുണ്ട്. പിന്നെ അവരുടെ വഴങ്ങുന്ന റൂട്ടിലുണ്ട്. നിലമ്പൂർ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി വഴിക്കടവിലേക്ക് പോയിട്ടുണ്ട്. തിരൂർ മഞ്ചേരി റൂട്ടിൽ ഓടുന്നുണ്ട്. അവർ തിരൂർ പൊന്നാനി റൂട്ടിൽ അഡീഷണൽ ഓടുന്നുണ്ട്. നമുക്ക് പരിമിതമായ ബസ്സുകളിൽ പരമാവധി ഓടിക്കുന്നുണ്ട്. അതെ, ഓടിക്കുന്നുണ്ട്. നമുക്കറിയാം KSRTCക്ക് അധികം തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് സർവീസുകൾ കുറവാണ് വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ. എങ്കിലും ഉള്ള ബസ്സുകൾ വെച്ച് പരമാവധി സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആളുകൾക്കൊക്കെ ഒരുപാട് മണിക്കൂറുകളായിട്ട് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം പലപ്പോഴും തെക്കൻ ജില്ല തൃശ്ശൂരിലേക്ക് പോകേണ്ട ആളുകളൊക്കെയാണ് കാത്തു നിൽക്കുന്നത്. ഇവിടെ എവിടെ പോകാൻ നിൽക്കുക? കോഴിക്കോട് ബസ്സിന് വെയിറ്റ്. ഒരുപാട് സമയമായോ ഇവിടെ കാത്തിക്കാൻ തുടങ്ങി? 1 മണിക്കൂറായി. എവിടേക്കാണ് പോകുന്നത്? പാലക്കാടേക്കാണ്. പാലക്കാട് ബസ് വന്നിട്ടില്ല ഇതുവരെ? ഇല്ല, ഒന്നുണ്ടായിരുന്നു. ഫുൾ സീറ്റില്ല. തിരക്കാണ്. എല്ലാവരും പാലക്കാട്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇവിടെ വർക്കിന് വന്നാ. ശരിക്കും KSRTC കൂടുതൽ സർവീസ് നടത്തിയാലേ രക്ഷപ്പെടും. അതെ, അത്രേ ഉള്ളൂ. ശരി അനുമോദ്, ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് KSRTC സ്റ്റാൻഡിലൊന്നും വലിയ പൊതുവെ ആളും അനക്കമൊന്നും കാണാത്തതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ പൂർണ്ണമായും ഒരു 75% സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് അവിടുത്തെ ഗതാഗത സംവിധാനം മുഴുവനുള്ളത്. അവിടെ മുഴുവൻ ആളുകൾ വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. ഇനി
ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. കൊച്ചിയിലും നഗരത്തിലൊക്കെ സ്വകാര്യ ബസ്സുകൾ വളരെ കാര്യമായി സർവീസ് നടത്തുന്നതാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ആജ്ഞ പറയും. സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ സൂചന പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് ബസ് ഉടമകൾ സൂചന പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ നിരക്ക്, അതായത് കൺസെഷൻ നിരക്ക് കാലോചിതമായി ഉയർത്തുക, ബസ് ജീവനക്കാർക്കുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള നിർബന്ധം അവസാനിപ്പിക്കുക, അതുപോലെ ബസ്സുകളിൽ പെർമിറ്റ് അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ചർച്ച നടത്തിയെങ്കിൽ ചർച്ച പരാജയപ്പെട്ടു. ഇപ്പം നമ്മൾ കലൂർ സ്റ്റാൻഡിലാണുള്ളത്. എനിക്ക് പിന്നിലായി കാണാം ഇവിടെ ഏത് സമയത്തും, അതായത് ഓരോ മിനിറ്റും ഇടവിട്ട് സ്വകാര്യ ബസ്സുകൾ വന്നു പോകുന്ന ഇടമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം അങ്ങേയറ്റം ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കലൂർ ബസ് സ്റ്റാൻഡിലുള്ളത്. ഇങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ ബസ്സുകൾ ഓടിയതല്ലാതെ പൂർണ്ണമായും പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബസ് സമരം ഇന്ന് സൂചനാ പണിമുടക്കാണ്. സൂചനാ പണിമുടക്കിന് ശേഷം 22-ാം തീയതി ഇന്നത്തെ പണിമുടക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ 22-ാം തീയതി വീണ്ടും സമരത്തിലേക്ക്, അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് ബസ് ഉടമകൾ അറിയിക്കുന്നത്, ബസ് ഉടമകളുടെ സംഘടനകൾ അറിയിക്കുന്നത്. അഖിലേന്ത്യാ പണിമുടക്ക് രാത്രി 12 മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായി 2 ദിവസം സംസ്ഥാനം നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ജോലിക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ മെട്രോയിൽ ആശ്രയിക്കുന്ന ആളുകളാണ് കൂടുതൽ ഇന്നത്തെ ദിവസം, കാരണം ബസ്സില്ല. മെട്രോയിലൊക്കെ വലിയ തിരക്കാണെന്ന് പറയുന്നു. ഉള്ള സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിലും വലിയ തിരക്കിയാണ് ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധവും ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയാണ് ബസ് ഉടമകൾ സമരം ചെയ്യുന്നത്. മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ പാലിക്കാതെ അല്ലെങ്കിൽ ഉപാധികൾ പാലിക്കപ്പെടാതെ സമരത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയില്ല, പിന്മാറുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് ബസ് ഉടമകളുടെ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി